ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളെല്ലാവരും പറയാറില്ലേ, എനിക്ക് ചെയ്യാനുണ്ട്, എനിക്ക് ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് എഴുതാനുണ്ട്, എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഡെയിലി ടോക്കിൽ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ പറയാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു. എന്താണ് ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസുകളിലൂടെ അങ്ങനെ പഠിച്ചിട്ട് പോകാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് പറയാം. എനിക്ക് എഴുതാനുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് എനിക്ക് എഴുതാനുണ്ട്. എങ്ങനെ പറയാം? എനിക്ക് എഴുതാനുണ്ട്. എനിക്ക് എന്നുള്ളതിന് ഐ ആണ് കേട്ടോ, ഐ ആണ്. പിന്നെ ഐൻ്റെ കൂടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കുക? ഹാവ് ആണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാം. ഐ ഹാവ് ടു. അപ്പോൾ എന്താണ്? ഐ ഹാവ് ടു റൈറ്റ്. ഐ ഹാവ് ടു റൈറ്റ്. എനിക്ക് എഴുതാനുണ്ട്. അപ്പോൾ ഹാവ് ടുവിൻ്റെ അർത്ഥം എന്താണ്? ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഹാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാവ് ഉണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഹാവ് ഉണ്ട് എന്നാണ്. അപ്പം ഹാവ് ടു എനിക്ക് ചെയ്യാനുണ്ട്. എന്താണ് ചെയ്യാനുള്ളത്? റൈറ്റിലെ ഐ ഹാവ് ടു റൈറ്റ്. എനിക്ക് എഴുതാനുണ്ട്. ഐ ഹാവ് ടു റൈറ്റ്. എനിക്ക് എഴുതാനുണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് ചേർക്കും ഐ ഹാവ് ടു റൈറ്റ് എ ലെറ്റർ, ഐ ഹാവ് ടു റൈറ്റ് എ കോപ്പി, ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. നെക്സ്റ്റ്, എനിക്കൊരു ലെറ്റർ പോസ്റ്റ് ചെയ്യാനുണ്ട്, എനിക്കൊരു കത്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് ടു പോസ്റ്റ് എ ലെറ്റർ. ഐ ഹാവ് ടു പോസ്റ്റ് എ ലെറ്റർ. എനിക്ക് ചെയ്യാനുണ്ട്. എന്ത്? പോസ്റ്റ് എ ലെറ്റർ. ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യാനുണ്ട്. ഐ ഹാവ് ടു പോസ്റ്റ് എ ലെറ്റർ. ഇനി എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാനുണ്ട് എന്നപ്പോൾ എങ്ങനെ പറയാം? എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ട്. ഐ ഹാവ് ടു കോൾ മൈ ഫ്രണ്ട്. ഐ ഹാവ് ടു കോൾ മൈ ഫ്രണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാനുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഹാവ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് ഐൻ്റെ കൂടെ, ദേൻ്റെ കൂടെ ഒക്കെ ഉണ്ടോ, അതുപോലെ വീൻ്റെ കൂടെ. ഐ യു ദേ വി നമ്മൾ കുറേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഐ യു ദേ വിയുടെ കൂടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹാവ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് ഐ യു ദേ വി. ഐ യു ദേ വി ഇതൊക്കെ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഹാവ് ടു ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതുപോലെ ഹാസ് ടു, ഹാസ് ടു ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. ഹാസ് ടുവിനും ഹാവ് ടുവിനും അല്ലേ, ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഹാസ് ടു നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരൊക്കെ കേട്ടോ. ഹീ ഷീ ഇറ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് ടു ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഹാസ് സിംഗുലറാണ്, അതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്നതിൻ്റെ കൂടെ നമ്മൾ ഹാസ് ടു ഉപയോഗിക്കാം. ഹാവ് ടു ആകുമ്പോഴോ പ്ലൂറലായിട്ട് വരുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാവ് ടു ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് പറയാം. ഞങ്ങൾക്ക് ഒരാളെ കാണേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഒരാളെ കാണേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയാം? ഞങ്ങൾക്ക് എന്നുള്ളത് വി ആണ് അല്ലേ, അപ്പോൾ വീൻ്റെ കൂടെ നമ്മൾ ഹാവ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. വി ഹാവ് ടു മീറ്റ് എ പേഴ്സൺ. വി ഹാവ് ടു മീറ്റ് എ പേഴ്സൺ. ഞങ്ങൾക്കൊരാളെ കാണേണ്ടതുണ്ട്, ഞങ്ങൾക്കൊരാളെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി അവൾക്കൊരിടം വരെ പോകാനുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങനെ പറയാം? ഷീ ഹാസ് ടു ഗോ ടു എ പ്ലേസ്. ഷീ ഹാസ് ടു ഗോ ടു എ പ്ലേസ്. ഷീ ഹാസ് ടു അവൾക്ക് ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഷീ ഹാസ് ടു അവൾക്ക് ചെയ്യാനുണ്ട്. എന്താണ്? ഗോ ടു എ പ്ലേസ്, ഒരു സ്ഥലം വരെ പോകാനുണ്ട് അല്ലേ. പോകുക, ഗോ എന്ന് വെച്ചാൽ പോകുക, അപ്പോൾ പോകാനുണ്ട്. ഓക്കെ, കം എന്ന് വെച്ചാൽ വരിക. അപ്പം ഹാസ് ടു കം വരാനുണ്ട്, ഹാസ് ടു ഡു ചെയ്യാനുണ്ട്, ഇങ്ങനെയാണ് അർത്ഥം വരിക കേട്ടോ. ഓക്കെ, അടുത്ത സെൻറ്റൻസ് പറയാം. നിനക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. എങ്ങനെ പറയാം? നിനക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. യു ഹാവ് ടു ഡു ഹോംവർക്ക്സ്. യു ഹാവ് ടു ഡു ഹോംവർക്ക്സ്. നിനക്ക് ഹോംവർക്ക്സ് ചെയ്യാനുണ്ട്. യു ഹാവ് ടു ഡു ഹോംവർക്ക്സ്. നിനക്ക് ഹോംവർക്ക്സ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഐ യു ദേ വിയുടെ കൂടെയാണ് ഹാവ് ടു ഉപയോഗിക്കുക എന്നുള്ളത് നല്ല ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹാവ് ടു എന്ന് വെച്ചാൽ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെയാണ് ഹാസ് ടുവിൻ്റെ മീനിങ്. ഹാസ് ടു എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇതേ സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഹാസ് ടു വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് പറഞ്ഞു നോക്കാം. ഷീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. ഷീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അവൾക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഷീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അവൾക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണ്? ഷീൻ്റെ കൂടെ ഹാസ് ടു ആണ് വന്നത് കേട്ടോ. ഹാസ് സിംഗുലർ ആണ്, ഷീയോ സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാസ് ടു ഉപയോഗിക്കുന്നു. ഓക്കെ, ഹീ ഹാസ് ടു അറ്റൻഡ്
an interview. He has to attend an interview. അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുണ്ട്. അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുണ്ട്. He has to attend an interview. Next, സീത has to wash a lot. സീത has to wash a lot. സീതക്ക് ഒരുപാട് തുണികൾ അലക്കാനുണ്ട്. സീത has to wash a lot. സീതക്ക് ഒത്തിരി തുണികൾ അലക്കാനുണ്ട്. ഓക്കെ, സീത has to wash a lot എന്നാണ് പറയട്ടെ. അപ്പോൾ ഏതെങ്കിലും പേരോ അതോ ഹിയോ ഷിയോ ഇറ്റോ ഒക്കെ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഹാസ് ടു ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഐ ഹാവ് ടു ബൈ എ കാർ. ഐ ഹാവ് ടു ബൈ എ കാർ. എനിക്കൊരു കാർ വാങ്ങാനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കാർ വാങ്ങണം എന്നർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വാങ്ങാനുണ്ട് എന്ന് വെച്ചാൽ എന്താണ്, വാങ്ങണം എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയാം, ഐ ഹാവ് ടു ബൈ എ കാർ. എനിക്കൊരു കാർ വാങ്ങണം അല്ലെങ്കിൽ എനിക്കൊരു കാർ വാങ്ങാനുണ്ട്. അപ്പോൾ ഐ സബ്ജക്റ്റായിട്ട് വന്നപ്പോൾ നമ്മൾ ഹാവ് ടു ആണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഐൻ്റെ കൂടെ ഹാവ് ടു ആണ് ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ഹി ഹാസ് ടു ബൈ സം വെജിറ്റബിൾസ്. ഹി ഹാസ് ടു ബൈ സം വെജിറ്റബിൾസ്. അവന് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ട്. ഹി ഹാസ് ടു ബൈ സം വെജിറ്റബിൾസ്. അവന് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഹാവ് ടു ഹാസ് ടു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇപ്പം നമ്മൾ ചെയ്യാനുണ്ട്, പോകാനുണ്ട്, എടുക്കാനുണ്ട്, ഈ ഒരു അർത്ഥത്തിലാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇനി ചെയ്യാനുണ്ടായിരുന്നു, വാങ്ങാനുണ്ടായിരുന്നു, പോകാനുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. എങ്ങനെ, ഹാഡ് ടു ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഹാസ് ടു അതുപോലെ ഹാവ് ടുവിന് പകരമായിട്ട് നമ്മൾ ഹാഡ് ടു ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഹാഡ് എല്ലാവർക്കും അറിയാം അല്ലേ, പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റിലാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത് അല്ലേ. ഹാഡ് എന്ന് വെച്ചാൽ എന്താണ്, ഉണ്ടായിരുന്നു എന്നാണ് ഹാഡിൻ്റെ അർത്ഥം. അപ്പോൾ ഹാഡ് ടു ചെയ്യാനുണ്ടായിരുന്നു, ഹാഡ് ടു ഗോ പോകാനുണ്ടായിരുന്നു, ഹാഡ് ടു ഡു, ഹാഡ് ടു റൈറ്റ് എഴുതാനുണ്ടായിരുന്നു, ഹാഡ് ടു ബൈ വാങ്ങാനുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അർത്ഥം വരിക. ഓക്കെ, അപ്പം നമുക്ക് 1-2 സെൻറ്റൻസ് പറഞ്ഞു നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ എന്താണ്, സീതയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി സീതയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാം, ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. സീത ഹാഡ് ടു സ്റ്റഡി എ ലോട്ട്. സീത ഹാഡ് ടു സ്റ്റഡി എ ലോട്ട്. സീതയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. എനിക്കൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു എങ്ങനെ പറയാം, ഐ ഹാഡ് ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ. ഐ ഹാഡ് ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ. എനിക്കൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് പറയാം, ഐ ഹാഡ് ടു ഗോ ടു എ വെഡിങ്. ഐ ഹാഡ് ടു ഗോ ടു എ വെഡിങ്. ഐ ഹാഡ് ടു ഗോ ടു എ വെഡിങ്. എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാഡ് പാസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹാഡ് ടു ഉപയോഗിച്ച് പിന്നെ വേർബിൻ്റെ പാസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. അത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, പാസ്റ്റ് പറയുമ്പോൾ എന്താണ് ഗോ എന്ന് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹാഡ് ടു ഓൾറെഡി പാസ്റ്റ് ആണ്, പിന്നെ നമുക്കൊരു വേർബിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഒരു സെൻറ്റൻസോടെ പറയാം. യെസ്റ്റർഡേ ഐ ഹാഡ് ടു ഗോ ടു കോട്ടയം. യെസ്റ്റർഡേ ഐ ഹാഡ് ടു ഗോ ടു കോട്ടയം. ഇന്നലെ എനിക്ക് കോട്ടയം വരെ പോകാനുണ്ടായിരുന്നു. യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ, ഐ ഹാഡ് ടു ഗോ ടു കോട്ടയം. എനിക്ക് കോട്ടയം വരെ പോകാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. എനിക്ക് ഇന്നലെ കോട്ടയം വരെ പോകാനുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ ഇന്നലെ വരാഞ്ഞത്. ഈ ഒരു അർത്ഥത്തിലൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം ചെയ്യാനുണ്ട്, പോകാനുണ്ട്, എടുക്കാനുണ്ട്, ഈ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കാം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെയ്യാനുണ്ടായിരുന്നു, പോകാനുണ്ടായിരുന്നു, വിളിക്കാനുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ഹാഡ് ടു ഉപയോഗിക്കാം കേട്ടോ. ഹാഡ് ടു നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ. എന്താണ് സിംഗുലറോ പ്ലൂറലോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹാഡ് ടു ഉപയോഗിക്കാം. പിന്നെ ഹാഡ് ടു ഉപയോഗിച്ച് പിന്നെ വേർബിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, തെറ്റാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്